ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്ര അനുമതിയായിരിക്കുകയാണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതി അനുമതി നൽകി. വിശദമായ വിജ്ഞാപനം ഉടനിറങ്ങും. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ഉണ്ട്. റഷീദ്, ഈ അന്തിമ പാരിസ്ഥിതിക അനുമതിക്കുള്ള അപേക്ഷയൊക്കെ ഈ സ്റ്റേറ്റ് ലെവൽ എക്സ്പോർട്ട് കമ്മിറ്റിയുടെ പരിഗണനയിലായിരുന്നു. അപ്പോൾ ഇതിൽ നിർണായക തീരുമാനം ഉണ്ടായ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇനി സംസ്ഥാന സർക്കാരിന് ടെൻഡർ നടപടിയുമായി മുന്നോട്ട് പോകാം അല്ലേ? വർഷ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ മാസം 13, 14 തീയതികൾ 15, 14 തീയതികൾ നടന്നിട്ടുള്ള യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പ്രധാനമായും കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പഠനത്തിന്റെ റിപ്പോർട്ടുകൾ തന്നെ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര അധികൃതർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള പഠനം നടത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിലൊരു തുടർ നടപടികളുമായി കൊണ്ടുപോകാവൂ അല്ലെങ്കിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാവൂ എന്ന ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ പാരിസ്ഥിതിക മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 60ഓളം ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഈ ഭൂമി ഈ മേഖലകൾ കടന്നു പോകുന്ന തുരങ്കപാത കടന്നു പോകുന്ന മേഖലകളിലൊക്കെ തന്നെയും പ്രളയ സാധ്യത അതോടൊപ്പം മറ്റു പാരിസ്ഥിതിക പഠനങ്ങളൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള പഠനം നടത്തണമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ മേഖലകളിലൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ മാസവും ഈ തുടർ നടപടികളുടെ ഒരു വിലയിരുത്തലൊക്കെ തന്നെയും നടത്തണം എന്നുള്ള കാര്യം ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും വയനാട് മുതൽ കോഴിക്കോട് വരെയുള്ള 4 വരി പാതയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു അനുമതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ആനക്കാംപൊയിൽ, കല്ലാടി, മേപ്പാടി തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് പ്രധാനമായും ഈ തുരങ്കപാത കടന്നു പോകുന്നത്. ഈ മേഖല കൃത്യമായിട്ടുള്ള പാരിസ്ഥിതിക പഠനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു വിലയിരുത്തലിന് ശേഷമാണ് ഇപ്പോൾ ഒരു അനുമതിയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ നിതിൻ ഗഡ്കരിയുമായൊക്കെ തന്നെയും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഈ വിഷയവുമായി സംബന്ധിക്കുകയും കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്ന നിതിൻ ഗഡ്കരി അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികളുമായി ടെൻഡർ നടപടികളുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. വർഷ റഷീദ്, ഈ നമുക്കറിയാം വയനാട് പ്രളയ സാധ്യതയൊക്കെ ഉള്ളൊരു മേഖലയാണ്. അപ്പോൾ ഈ പാരിസ്ഥിതിക പഠനം നടത്തി ഇനിയുള്ള തുടർ നടപടികൾ അത് കൃത്യമായി ഒരു വിലയിരുത്തലിലൂടെ മുൻപോട്ട് പോകും അല്ലേ? തീർച്ചയായും വർഷ, നേരത്തെ ഈ മലപ്പുറം ജില്ലയിലെ ദേശീയപാതയിൽ വിള്ളലുണ്ടായതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ തന്നെയും ഏറെ വിവാദമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഈ മേഖലകളിലൂടെ കടന്നു പോകുന്ന എല്ലാ പുനർനിർമ്മാണവും അല്ലെങ്കിൽ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിന്റെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെയും റോഡ് നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും വിലയിരുത്തണമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയപാതയിലെ വിള്ളലൊക്കെ തന്നെയും രൂക്ഷമായിട്ടുള്ള വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയുമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരികയും ചെയ്തിട്ട് പ്രധാനമായും 60 ഉപാധികളൊക്കെ തന്നെയാണ് ഇതിൽ നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പാരിസ്ഥിതിക പഠനം കൃത്യമായിട്ട് നടത്തണം. അതോടൊപ്പം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും സംസ്ഥാന സർക്കാരും അതോടൊപ്പം കേന്ദ്ര സർക്കാരിനും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകണം എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. റഷീദ്, ഈ 60 ഉപാധികൾ, റഷീദ് പറഞ്ഞതുപോലെ 60 ഉപാധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പാരിസ്ഥിതിക പഠനമാണ്, അങ്ങനെയാണോ? വർഷ തീർച്ചയായും പ്രധാനമായും 3 മേഖലകളിലൂടെയാണ് ഈ തുരങ്കപാത കടന്നു പോകുന്നത്. അതായത് ആനക്കാംപൊയിൽ, അതോടൊപ്പം കല്ലാടി, മേപ്പാടി തുടങ്ങിയിട്ടുള്ള മേഖലകളിലൂടെയാണ് ഈ 4 വരി പാതയായിക്കൊണ്ട് തുരങ്കപാത കടന്നു പോകുന്നത്. പ്രധാനമായും ഈ മേഖലകളിൽ കൃത്യമായിട്ടുള്ള പാരിസ്ഥിതിക പഠനം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട വിവരം നൽകണം എന്നുള്ള കാര്യം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. കാരണം ഈ മേഖലകളിലൊക്കെ തന്നെയും വനമേഖലയും അതോടൊപ്പം ഈ പാറക്കെട്ടുകളൊക്കെ തന്നെയും അടങ്ങുന്ന മേഖലയാണ്. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള പഠനം നടത്തിയില്ല എങ്കിൽ പ്രളയമടക്കമുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായിട്ടുള്ള പാരിസ്ഥിതിക പഠനം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കുകയും ചെയ്യണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്.
ശരി റഷീദ്, ഇനി സംസ്ഥാന സർക്കാരിന് ടെൻഡർ നടപടികളുമായി മുൻപോട്ട് പോകാം. വയനാട് തുരങ്ക പാതയ്ക്ക് കേന്ദ്ര അനുമതി ആയിരിക്കുകയാണ്. നിർണായകമായ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും ഒക്കെ ശേഷമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ടെൻഡർ നടപടികളുമായി സംസ്ഥാന സർക്കാരിന് മുൻപോട്ട് പോകാം എന്നുള്ളതും നിർണായകമാണ്.